ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ഡി എഫ് ടി ആയിരുന്നു. അപ്പോൾ അതിലൊരു പ്രോപ്പർട്ടി പീരിയോഡിസിറ്റിയും ലീനിയാരിറ്റിയും നമ്മൾ പറഞ്ഞു. പിന്നെ വരുന്നത് സർക്കുലാർ സിമെട്രി, അതായത് സിമെട്രിക് പ്രോപ്പർട്ടി, സർക്കുലാർ സിമെട്രിയുടെ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അത് അതിൻ്റെ അതിൽ ചില മോഡുലസ് എടുക്കുന്നതിൽ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. സോ ആ പ്രോപ്പർട്ടി ഞാൻ ലാസ്റ്റ് പറയുന്നതായിരിക്കും. ഇപ്പോൾ ബാക്കിയുള്ള പ്രോപ്പർട്ടീസ് നമുക്ക് പറഞ്ഞു പോകാം. സോ ഇനിയിപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് സിമെട്രിക് പ്രോപ്പർട്ടീസ് ഓഫ് ഡി എഫ് ടി ആണ് പറയാൻ പോകുന്നത്. അതിൽ എക്സ് ഓഫ് എൻ ഇസ് നമ്മൾ ഒരു സിഗ്നലിനെ ഗിവൺ സിഗ്നൽ എക്സ് ഓഫ് എന്നെ നമ്മൾ എന്താണ് ഒരു കോംപ്ലക്സ് സിഗ്നലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. സോ ഡി എഫ് ടീസ് ആർ കൺസിഡർ ദാറ്റ് എൻ പോയിന്റ് സീക്വൻസ് എക്സ് ഓഫ് എൻ ഈസ് എക്സ് ഓഫ് എൻ ആൻഡ് ഇറ്റ്സ് ഡി എഫ് ടി ആൻഡ് ഡി എഫ് ടി ആർ ബോത്ത് കോംപ്ലക്സ് വാല്യൂഡ് ആണ് നമ്മൾ ഇമാജിൻ ചെയ്യണം. കോംപ്ലക്സ് വാല്യൂഡ്. സോ ദ സീക്വൻസ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് as അങ്ങനെയുള്ളപ്പോൾ നമുക്ക് സീക്വൻസ് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? എക്സ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു എക്സ് ആർ ഓഫ് എൻ പ്ലസ് ജെ എക്സ് ഐ ഓഫ് എൻ. അതായത് റിയൽ പാർട്ടുണ്ട്, പിന്നെ ഒരു ഇമാജിനറി പാർട്ടുണ്ട്. ആൻഡ് ദ ഗിവൻ കണ്ടീഷൻസ് ആർ 0 less than n less than n minus 1, equation number 1. And the next one will be x of k is equal to x r of k plus j x I of k, and 0 less than or equal to 0 less than n or equal to n less than or equal to n minus 1. So equation number 2. Now by substituting this equation, that is the equation of x of n into the expression of dft, നമ്മൾ ഇനിയിപ്പോൾ ഡി എഫ് ടിയുടെ ഇക്വേഷനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ എക്സ് ഓഫ് എൻ്റെ വാല്യൂ, അതായത് എക്സ് ഓഫ് എൻ എന്നുള്ളിടത്ത് നമ്മൾ ഈ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. സോ എക്സ് അപ്പോൾ അതിൽ തന്നെ എന്തുണ്ട്? റിയൽ പാർട്ടുണ്ട്, ഇമാജിനറി പാർട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് ആർ ഓഫ് കെ ഇസ് ഈക്വൽ ടു സിഗ്മ എൻ ഈക്വൽ ടു 0 to n minus 1 എക്സ് ആർ ഓഫ് എൻ ഇൻറ്റു ഇനി ഇ റൈസ് ടു എന്നുള്ളതിന് അതിനെ നമ്മൾ എന്ത് ചെയ്യാണ്? സ്പ്ലിറ്റ് ചെയ്തിട്ട് രണ്ട് പാർട്ടാക്കി. അങ്ങനെയാണ് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും വരുന്നത്. അപ്പോൾ ഇ റൈസ് ടു എന്നുള്ളതിൻ്റെ ആ വാല്യൂ എന്താണ്? എക്സ് ആർ ഓഫ് എൻ ഇൻറ്റു കോസ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളോട് ട്രിഗ്നോമെട്രിക് ഇക്വേഷൻ നോക്കണമെന്ന്. സോ ഇ റൈസ് ടു cos 2pi kn divided by n plus xi of n into sin 2pi kn divided by n. So that is equation number 3. And xi of k is equal to minus sigma n equal to 0 to n minus 1 xr of n into sin 2pi kn divided by n minus xi of n into sin 2pi kn divided by n. സോ നമ്മളിത് രണ്ടും ഒന്നിച്ചാണുള്ളത്. അതായത് എക്സ് ആർ ഓഫ് കെ പ്ലസ് എക്സ് ഐ ഓഫ് കെ എന്നാണ് നമ്മുടെ ഇക്വേഷൻ. അതായത് എക്സ് ആർ ഓഫ് കെ പ്ലസ് ജെ എക്സ് ഐ ഓഫ് കെ. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? ഇത് എക്സ്പാൻഡ് ചെയ്ത് എഴുതാണ്. അപ്പം അതിനകത്ത് ഇതേപോലെ ഇ റൈസ് ടു വരുന്ന ടേംസ് ആണ് നമ്മൾ ഇത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയത്. അപ്പോൾ ഇ റൈസ് ടു എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? ഈ ഭാഗം ഒന്നിച്ചും വരും, ഈ ഭാഗം അങ്ങനെയാണ് വരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ മൈനസ് നമുക്ക് എന്ത് വന്നത്? കോമൺ ആയിട്ടിത് നമ്മൾ പുറത്തെടുത്തത്. കാരണം ജെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ -1 ആണ്. അതുകൊണ്ടാണ് നമുക്കിവിടെ മൈനസ് നമ്മൾ പുറത്തെടുത്തത്. സോ ഇനി എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? ഇക്വേഷൻ നമ്പർ ഇനി ഇതിൻ്റെ ഐ ഡി എഫ് ടി. അപ്പോൾ ഇതാണ് നമ്മുടെ ഡി എഫ് ടിയുടെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയത്. പുട്ടിങ് 1 into ഡി എഫ് ടി ഇക്വേഷൻ. ഇനി നമുക്ക് ഇതിൻ്റെ ഐ ഡി എഫ് ടി എടുക്കുകയാണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇൻറ്റു ഇക്വേഷൻ ഓഫ് ഐ ഡി എഫ് ടി we get x r of n. അതായത് ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ ഭാഗത്തിനെ എടുത്തിട്ട് നമ്മൾ ഡി എഫ് ടിയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സിമിലർ ഇക്വേഷൻ നമുക്ക് കിട്ടും. 1/n ഇൻറ്റു സിഗ്മ എൻ കെ ഈക്വൽ ടു 0 to n minus 1 എക്സ് ആർ ഓഫ് കെ ഇൻറ്റു കോസ് 2pi kn divided by n minus xi of
k into sin 2 pi kn divided by n. Also xi of n is equal to 1 by n into sigma k equal to 0 to n minus 1. xr of k into sin 2 pi kn divided by n plus xi of k into cos 2 pi kn divided by n. അപ്പോൾ ഇതാണ് നമ്മുടെ റിലേഷൻ ബിറ്റ്വീൻ ദ റിയൽ ഇതാണ് നമ്മുടെ ഡി എഫ് ടീസിൻ്റെ ഇക്വേഷൻ. ഇതാണ് എന്ത് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ഗിവൺ സിഗ്നലെ നമ്മൾ കോംപ്ലക്സ് സിഗ്നലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിനകത്ത് ഓരോ പാർട്ടായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. ഇഫ് ഓൺ ദ സിഗ്നൽ ഈസ് റിയൽ വാല്യൂഡ് സീക്വൻസ് ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ ഗിവൺ സിഗ്നലിൽ നിന്നും ആ ഇമാജിനറി പാർട്ട് ഒഴിവാകും. ഫസ്റ്റ് വൺ വന്നിട്ട് റിയൽ വാല്യൂഡ് സീക്വൻസ് ആണെങ്കിൽ ഇഫ് എക്സ് ഓഫ് എൻ ഈസ് റിയൽ ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്റ്റ് ഡി എഫ് ടി ഇക്വേഷനിലേക്ക് നമുക്ക് എഴുതാൻ പറ്റും. അതായത് എക്സ് ഓഫ് n minus k is equal to x star of k is equal to x of minus k. അതായത് സിമെട്രിക് പ്രോപ്പർട്ടി പറയുന്ന സമയത്ത് എക്സ് സ്റ്റാർ ഓഫ് കെ എന്ന് പറഞ്ഞാൽ എക്സ് ഓഫ് മൈനസ് കെ, അതായത് എക്സ് ഓഫ് എൻ മൈനസ് കെ എന്ന് പറയുന്നത് എന്താണ്, എക്സ് സ്റ്റാർ ഓഫ് എൻ കെ ഈക്വൽ ടു എക്സ് ഓഫ് മൈനസ് കെ. ആൻഡ് consequently modulus of x of n minus k is equal to x of k. and പിന്നെന്താണ് വരുന്നത്, അതായത് നമ്മുടെ ഒരു ഇക്വേഷനകത്ത് അതിൻ്റെ മോഡ് വാല്യൂം പിന്നെ വരുന്നത് ആംഗുലർ വാല്യൂസും. ആൻഡ് ആംഗുലർ വാല്യൂ ആംഗിൾ ഓഫ് എക്സ് ഓഫ് എൻ മൈനസ് കെ ദാറ്റ് വിൽ ബി ഈക്വൽ ടു മൈനസ് ഓഫ് ആംഗിൾ ഓഫ് എക്സ് കെ. അതായത് നമ്മൾ റിയൽ വാല്യൂഡും റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ഉണ്ടല്ലേ, അതേപോലെ തന്നെ ഒരു സിഗ്നൽ നമ്മൾ കൺസിഡർ ചെയ്യണമെങ്കിൽ അതിന് എന്തുണ്ടാവും, ഒരു ആ സിഗ്നലിൻ്റെ വാല്യൂവും അതായത് മോഡുലസ് വാല്യൂവും അതുപോലെ തന്നെ അതിൻ്റെ ഫേസ് പാർട്ടും. അപ്പോൾ അതാണ് ഈ ഫേസ് പാർട്ടാണ് ഇവിടെ തന്നിരിക്കുന്നത്. പിന്നെ ഫർദർമോർ എക്സ് ഐ ഓഫ് എൻ, ഇനി എന്താണ് എക്സ് ഐ ഓഫ് എൻ എന്ന് പറയുന്നത് എന്താണ്, എക്സ് ഐ ഓഫ് എൻ ഈസ് ഈക്വൽ ടു 0 ആൻഡ് x of n can be determined from equation number 1 2 3 4 5. equation number can be determined from equation 5. അതായത് നമ്മുടെ എക്സ് ആർ ഓഫ് എൻ ഇസ് ഈക്വൽ ടു, അതായത് നമ്മൾ ഐ ഡി എഫ് ടി തന്നിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് നമ്മുടെ എക്സ് ആർ ഓഫ് എൻ, അതായത് എക്സ് ഓഫ് എൻ എന്ന് വെച്ചാൽ എക്സ് ആർ ഓഫ് എൻ തന്നെയാണ്. സോ ആ എക്സ് ഓഫ് എൻ നമുക്ക് കണ്ടുപിടിക്കുന്ന ഈ ഇക്വേഷൻ മാത്രം മതിയായിരിക്കും. ദർ ഇസ് നോ നീഡ് ഓഫ് ദിസ് പാർട്ട്, ഈ പാർട്ടിൻ്റെ ആവശ്യം നമുക്ക് ഇല്ല. ഇനി റിയൽ ആൻഡ് ഈവൻ സീക്വൻസ്. എന്താണ് ഈവൻ ആൻഡ് ഓഡ് സീക്വൻസ് എന്ന് നിങ്ങൾക്കറിയാവോ? എന്താണ് ഈവൻ സീക്വൻസ്, എന്താണ് ഓഡ് സീക്വൻസ്? അതായത് നമ്മളൊരു ആക്സിസ് എക്സ് ആക്സും വൈ ആക്സും കൺസിഡർ ചെയ്യുമ്പം ഈ എബോവ് എക്സ് ആക്സ്, അതായത് പോസിറ്റീവ് പാർട്ട് ഓഫ് വൈയിൽ മാത്രം വാല്യൂ ഉള്ള സിഗ്നലിനെയാണ് നമ്മൾ ഈവൻ സിഗ്നൽ എന്ന് പറയുന്നത്. പോസിറ്റീവിലും നെഗറ്റീവിലും ഉള്ളതിനെ നമ്മൾ എന്ത് പറയും, ഓഡ് സിഗ്നൽ എന്നും പറയും. അപ്പോൾ അതാണ് ഈവൻ സിഗ്നലും ഓഡ് സിഗ്നലും. ഇനി ഗിവൺ സിഗ്നൽ ഈസ് റിയൽ ആൻഡ് ഈവൻ ആണെങ്കിൽ നമുക്കതിനെ എങ്ങനെ എഴുതാം, എക്സ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് എൻ മൈനസ് എൻ. അങ്ങനെ ആയിരിക്കും, അങ്ങനെ നമുക്കതിനെ റെപ്രസെൻറ്റ് ചെയ്യാം. സോ ഗിവൺ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ മൈനസ് 1. അപ്പോൾ ഗിവൺ സിഗ്നൽ റിയൽ ആൻഡ് ഈവൻ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഇനി ഈ വാല്യൂ നമ്മൾ എന്തിൽ 5.2.21, അതായത് ഇക്വേഷൻ നമ്പർ 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. കൺസിഡറിങ് ഇക്വേഷൻ 4
we get, considering equation 4, we get x of k. അതായത് ഇക്വേഷൻ 4 നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എക്സ് ഓഫ് കെ, അതായത് നമ്മുടെ എന്താണ് ഡി എഫ് ടിയുടെ ഇക്വേഷനാണ്. ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന അതിൽ ഇമാജിനറി പാർട്ടാണ് ഈ ഇക്വേഷൻ നമ്പർ 4 എന്ന് പറഞ്ഞത്. സോ എക്സ് ഐ ഓഫ് കെ ഈസ് ഈക്വൽ ടു 0. അപ്പം ഇമാജിനറി പാർട്ട് 0 ആണ്. സോ ബിക്കോസ് ദ ഗിവൺ സിഗ്നൽ ഇസ് റിയൽ. അപ്പോൾ നമുക്ക് ഡി എഫ് ടി എന്ന് പറയുന്നത് ഡി എഫ് ടി റെഡ്യൂസസ് ടു ഇതിൽ നിന്നും ഡി എഫ് ടിയുടെ വാല്യൂ എന്താണെന്ന് എഴുതാം. എക്സ് ഓഫ് കെ ഇസ് ഈക്വൽ ടു സിഗ്മ n ഈക്വൽ ടു 0 to n-1, പിന്നെ എക്സ് ഓഫ് n ഇൻറ്റു കോസ് 2 kn ഡിവൈഡഡ് ബൈ n, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ലെസ് ദാൻ ഓർ ഈക്വൽ ടു n-1. അതായത് നമ്മുടെ ഇക്വേഷൻ നമ്പർ 4ൽ നിന്നും this is equal to 0 and hence only this part is remaining. Again in this part this term will be equal to 0 since it is imaginary part. So the rest is only this one. It is 1 by n into here this part, equation of DFT, and similarly it will be the same for IDFT equation also. Here it will be 1 by n into only this part. This part will be 0 since it is imaginary, that is, and IDFT is equal to x of n will be equal to 1 by n into sigma k equal to 0 to n-1 x of k into 2 pi kn divided by n, 0 less than equal to n less than or equal to n-1. Now the next part will be real and odd sequence. Real and odd sequence. Real and odd sequence. So here it will be odd means it will have the negative part. So x of n will be equal to minus of x of n minus n, and 0 less than or equal to n less than or equal to n-1. Now equation for the DFT reduces to, DFT is given by xr of k is equal to 0. That means here since it is odd, the real part will be equal to 0. Not the real part. The real part in the here first term will be equal to 0. xr of k is equal to 0. This will be equal to 0, and in the xi of k only this term will be remaining. That means the minus negative part will be remaining, and xr of k is equal to 0. So that means if the signal is real and odd, only the imaginary part will be present. The real part will be equal to 0. The result will be purely imaginary. So DFT xr of k is equal to 0, and x of k is equal to minus j into sigma n equal to 0 to n-1 x of n into sine 2 pi kn divided by n, and 0 less than or equal to n less than or equal to n-1. Now for the IDFT, x of n is equal to
j into 1 by n into sigma k equal to 0 to n minus 1 into x of k into sine 2 pi kn divided by n, 0 less than or equal to n less than or equal to n minus 1. Now the next part will be purely imaginary signal. Here x of n is equal to j into xi of n. The signal is purely imaginary and xr of k can be written as only the imaginary part is left. So sigma n equal to 0 to n minus 1 xi of n into sine 2 pi kn divided by n, and xi of k is equal to sigma n equal to 0 to minus 1 into xi of n into cos 2 pi kn divided by n. Now the symmetric properties can be explained as a given table. So it will be like this. I hope you guys can see this. Here the endpoint sequence is x of n, the endpoint DFT is x of k, and x star of n, it will be x star of n minus k, x star of n minus 1, it will be x star of k. That means that is the symmetric properties explained. Now here xr of n, given signal is xr of, sequence is xr of n, its endpoint DFT will be equal to 1 by 2 into x of k plus x star of n minus k if the signal is real signal. Again, if the signal is j into xi of n, it is purely imaginary, means 1 by 2 into x of k minus x star of n minus k. So the both are same. Here for real signal it is here, the given signal is x of n and the DFT will be x of k, and that is equal to x star of n minus k, and xr of k is given as xr into n minus k, and so on. Now next topic is multiplication of two DFTs and circular convolution. I'll explain in another video.